ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ യു എസ് എസ് ചാനൽ. അപ്പോൾ നിങ്ങൾ യു എസ് എസ് എക്സാം അല്ലെങ്കിൽ നമ്മൾ CM കിഡ്സ് UP എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ് ഈ ഒരു ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് അടുത്ത വർഷം എങ്ങനെയാണ് നമ്മൾ ഏത് രീതിയിൽ പഠിച്ചാലാണ് നമ്മൾ USS നമുക്ക് നേടാൻ പറ്റുക, എങ്ങനെയൊക്കെ രീതിയിലുള്ള പഠനമാണ് നമ്മൾക്ക് ഈ ഒരു 8 months, നമുക്കൊരു 8 മാസമാണ് നമുക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുക അല്ലേ. നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 8 മാസമാണ് കറക്റ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത്. നമ്മൾ ടോട്ടൽ 10 മാസമാണ് നമുക്ക് സ്കൂളിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 8 മാസത്തിനുള്ളിൽ നമ്മൾ ആ കൊല്ലം പഠിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ 8 മാസത്തിനുള്ളിൽ തന്നെ പഠിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് USS എക്സാം അല്ലെങ്കിൽ നമ്മൾ CM കിഡ്സ് UP എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി പഠിച്ച് എഴുതേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഈ ഒരു CM കിഡ്സ് UP എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ നോളജ് ഇന്നോവേഷൻ ആൻഡ് ഡിസ്കവറി സ്കോളർഷിപ്പ് ഫോർ കേരള UP സ്റ്റുഡൻസ് എന്ന് പറയുന്ന എക്സാം, CM കിഡ്സ് എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് മുന്നേ നമ്മൾ എക്സാമിൻ്റെ പാറ്റേൺ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്, ഇത് അപ്പർ പ്രൈമറി അല്ലെങ്കിൽ UP സ്കൂളിൽ പഠിക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ SCRT ഫോളോ ചെയ്യുന്ന ഏത് സ്റ്റുഡൻസിനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് CM കിഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ CM കിഡ്സ് UP എന്ന് പറയുന്ന നമ്മൾ USS എന്ന് വിളിച്ചിരുന്ന എക്സാം അല്ലേ. അപ്പം ഇനി അതുപോലെ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ ചോദിക്കുന്നത് അല്ലേ. കുറച്ച് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും കുറച്ച് GK ക്വസ്റ്റ്യൻസും എന്തുണ്ടാവും അതിലുണ്ടാവും അല്ലേ. ഇനി അതേപോലെ തന്നെ അതെന്ത് നമുക്കൊരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് സപ്പോർട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് CM കിഡ്സ് എന്ന് പറയുന്ന എക്സാം തരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് എക്സാംസ് എഴുതാനുണ്ട് അല്ലേ, NMMS പോലെയുള്ള എക്സാം എഴുതാണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള ഒളിമ്പ്യാഡ്സ് എഴുതാണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചുവടുവെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളെ ഈ ഒരു USS. പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും, LSS അല്ലെങ്കിൽ CM കിഡ്സ് LP എന്ന് പറയുന്ന എക്സാം എഴുതിയിട്ടുണ്ടാവും അല്ലേ. പക്ഷേ നമുക്ക് നമ്മുടെ സ്കൂളിലേക്കൊക്കെ കിടക്കുകയാണ്, നമ്മുടെ ഹൈസ്കൂളിലേക്ക് കിടക്കുകയാണ്. അപ്പം ഹൈസ്കൂളിലേക്ക് അടുത്ത വർഷം കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെയാണ് നമ്മൾ USS എന്ത് ചെയ്യുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൻ്റെ കോർ പില്ലേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്തൊക്കെയാണ് സ്ട്രോങ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട പല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ, സ്കൂളിൽ പഠിക്കുന്ന മാത്തമാറ്റിക്സ്, ബേസിക് സയൻസ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ നമ്മൾ ലാംഗ്വേജസ് അല്ലേ, ലാംഗ്വേജസ് ഇംഗ്ലീഷ് ആവട്ടെ, നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് ആവട്ടെ, സെക്കൻഡ് ലാംഗ്വേജ് ആവട്ടെ, ഇതൊക്കെയാണ് നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ മാത്സിൽ നോക്കുകയാണെങ്കിൽ മെൻ്റൽ എബിലിറ്റി അല്ലേ, നമ്മൾ എത്രത്തോളം നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മളെ തോട്ട് പ്രോസസ്സ് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. ബേസിക് ആയിട്ടുള്ള മാത്സ് റിലേറ്റഡ് പ്രോബ്ലംസ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന പാർട്ടിൽ വരും. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജസിൽ, അതുപോലെ തന്നെ നമ്മുടെ സയൻസ് പാർട്ടിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ പാർട്ടിൽ, ഇതിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ജനറൽ നോളജ് കൂടി എന്ത് ചെയ്യും അവിടെ ചോദിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിൽ ചോദിക്കുന്നതാണ്. ഇതാണ് കോർ പില്ലേഴ്സ് എന്ന് പറയുന്നത്, എക്സാമിൻ്റെ കോർ പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ സിലബസ് ടാക്കിൾ ചെയ്യുക, നമുക്ക് 8 മാസമാണുള്ളത്, എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചാപ്റ്റേഴ്സാണ്. അതായത് നമ്മൾ സയൻസിലെയും സോഷ്യലിലെയും മാത്സിലെയും ലാംഗ്വേജസിലെയും ഒക്കെ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പം അതുപോലെ തന്നെ പാറ്റേൺ മാറിയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ 45 ക്വസ്റ്റ്യൻസും അങ്ങനെയായിരുന്നു പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം CM കിഡ്സ് UP ആയതിനു ശേഷം 50-50 ആയിട്ടുണ്ട്. 50 ക്വസ്റ്റ്യൻസ് നമ്മൾ പേപ്പർ 1ഉം 50 ക്വസ്റ്റ്യൻസ് പേപ്പർ 2 ആണ്. ടോട്ടൽ 100 മാർക്കിനാണ്. 100 മാർക്കിനാണെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ട്, NMMS പോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് 5 മുതൽ 7 വരെ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും അതിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 5ാം ക്ലാസ് പഠിച്ച കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിന് ഉണ്ടാവുക. പക്ഷേ എന്നാലും എന്ത് ചെയ്യും, 5-നും 6-നും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും എന്തുണ്ടാവും അതിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് മെമ്മറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിച്ചതുകൊണ്ട് എന്തില്ല കാര്യമില്ല, നമ്മൾ ഫാക്ട്സുകൾ മെമ്മറൈസ് ചെയ്തുകൊണ്ട് മാത്രം എന്തില്ല കാര്യമില്ല. നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യണം, നമുക്ക് ലോജിക്കലി നമുക്ക് തിങ്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ മെൻ്റൽ എബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എന്ത് ചെയ്യുന്നുണ്ടാവും നമ്മൾ മാത്സിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് അല്ലാതെയും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ജനറൽ നോളജിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ബുക്സ്, ന്യൂസ് പേപ്പേഴ്സ്, നമ്മൾ കറണ്ട് അഫെയർസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യണം
നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറൊക്കെ വായിക്കുക. അപ്പം നമ്മൾ സോഷ്യലി അവെയർ ആവാം. അപ്പോൾ ആ സോഷ്യലി അവെയർ ആവുന്ന സമയത്ത് നമുക്ക് ജനറൽ അവയർനെസ് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അത് എല്ലാ സെക്ഷനിലും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും ജനറൽ നോളജ് ക്വസ്റ്റ്യൻസിൽ. ഇനി നമ്മൾ അപ്ലിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻസ്, മാത്സ്, അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ സയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് SCERT ആണ്. നമ്മൾ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് നമുക്ക് മെൻ്റൽ എബിലിറ്റി, എങ്ങനെയാണ് നമുക്ക് തോട്ട് അല്ലെങ്കിൽ ലോജിക്കലി തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, ഇതാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തെറ്റിക്കാൻ ചാൻസ് ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മാർക്ക് കുറയാനുള്ള കാരണമായിട്ട് വരുന്നത് മെൻ്റൽ എബിലിറ്റി ആയിരിക്കും. അപ്പം മെൻ്റൽ എബിലിറ്റി നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നമുക്ക് ഒരുപാട് റിസോഴ്സുകൾ അവൈലബിൾ ആണ്. സോ അതിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസറുകൾ, അതായത് നമുക്ക് സീരീസ്, അതായത് നമുക്ക് 1, 3, 5 അടുത്ത നമ്പർ ഏതാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ, സീരീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് മാസ്റ്റർ ചെയ്യാൻ വേണ്ടി ഡെയിലി എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് പ്രോബ്ലംസ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിന്നിങ് ആയിട്ട് വന്നിട്ടുള്ള സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുന്നത് കൺസിസ്റ്റൻറ്റ് റൂട്ടീനാണ്. അതായത് നമ്മൾ എപ്പോഴും ഒരു ഡെയിലി സ്റ്റഡി ഹവേഴ്സ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതായത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നമ്മൾ സ്കൂളിലൊക്കെ ഒരു സ്പെഷ്യൽ ബാച്ച് USSനൊക്കെ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ ഒരു ജൂലൈ, ഓഗസ്റ്റ് സമയമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് USSന് ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ ആ ബാച്ചിലൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാച്ചിലൊക്കെ പോയി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആ ബാച്ചിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ USS സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു ഡെയിലി ക്ലാസ്സസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻറ്റ് റുട്ടീനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതല്ലാതെ നിങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല, നിങ്ങളെ സെൽഫ് സ്റ്റഡിയിലും നിങ്ങൾ എന്ത് ചെയ്യുക, USSന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി ഹവർ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു സ്മാർട്ട് നോട്ട്സ്, അതായത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സുകളൊക്കെ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നോട്ട്സ് എഴുതുക എന്ന് പറയുന്നത് വെറുതെ നോട്ട്സ് എഴുതല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതിനൊപ്പം തന്നെ നിങ്ങൾ നോട്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. ഇങ്ങനെ പോയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുക. ഇനി നിങ്ങൾക്ക് വീക്കർ ആയിട്ടുള്ളൊരു പാർട്ടുകൾ ഉണ്ടാവും അല്ലേ, നിങ്ങൾക്ക് വീക്ക്നെസ്സുകൾ ഉണ്ടാവും. അതായത് ചില ഏരിയ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഏരിയകൾ ഉണ്ടാവും. ആ ഏരിയകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം. ചില സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആവറേജ് എന്ന് പറയുന്ന ഒരു പാർട്ടാണെന്ന് വിചാരിക്കുക. ആവറേജ് കാണാൻ എനിക്കറിയില്ല, അപ്പോൾ എൻ്റെ വീക്ക് ഏരിയ ആയിരിക്കും അതല്ലേ. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ സ്കൂളിൽ എക്സാംസ് നടക്കുമ്പോൾ അങ്ങനത്തെ വീക്ക് ഏരിയാസ് ഒക്കെ മനസ്സിലാക്കിയെടുത്ത് അതെന്ത് ചെയ്യുക, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മൾ ആക്റ്റീവ് റീകോൾ, അതായത് നമ്മൾ പഠിച്ച് എന്ത് ചെയ്യാം, ഒന്ന് മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം, ഞാൻ എന്തായിരുന്നു പഠിച്ചിരുന്നത്, അത് എന്ത് ചെയ്യാം, എൻ്റെ ബ്രെയിനോട് ഇങ്ങനെ ചോദിച്ചു നോക്കാം. അതിനാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. സോ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുകയല്ല ചെയ്യുന്ന, നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കുക, അത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മനസ്സിലാക്കുക, അതിനുശേഷം ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക, നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളതെന്ന് എന്ത് ചെയ്യുക, റീകോൾ ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളത്. നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പൊമഡോറോ ടെക്നിക്ക്, അല്ലെങ്കിൽ നമ്മൾ 25 മിനിറ്റ്സ് റൂൾ എന്ന് പറയുന്ന ആ റൂൾ, അപ്പോൾ 25 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം, 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം. ഇതാണ് പൊമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ആ പൊമഡോറോ ടെക്നിക്കിന് വേണ്ടി നമ്മളൊരു ടൈമർക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെയിലി നമ്മൾ എക്സാമിനോട് അടുക്കുന്ന ഒരു 2 മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 3 മാസം മുന്നേ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സോ നമ്മൾ ഈ വർഷം നടന്നുള്ള എക്സാമിൻ്റെ അതേ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും അടുത്ത വർഷം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു വർഷത്തിൽ എന്ത് ചെയ്യാം, ഈ ഒരു അക്കാഡമിക് ഇയറിൽ നടന്നിട്ടുള്ള അതേ പാറ്റേണിലായിരിക്കും നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുക. നമ്മൾ ഓൾ കേരള ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ നടത്തിയിരുന്നു നമ്മൾ XNY. അപ്പം നിങ്ങൾ അത്തരത്തിലുള്ള എക്സാംസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഓഫ്ലൈൻ ആയിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി വീക്ക്ലി ടൈം, അതായത് നിങ്ങൾ ഓരോ ആഴ്ചയും നിങ്ങൾക്ക് കൃത്യമായിട്ട്
ഓരോ കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടായിരിക്കണം. സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ 60% നമ്മുടെ ടൈമിൻ്റെ 60% അതിനാണ് മാറ്റി വെക്കേണ്ടത്. ഇനി മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ, മെൻ്റൽ എബിലിറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. മാത്സിൽ 20 ക്വസ്റ്റ്യനിൽ ഒരു 5 അല്ലെങ്കിൽ 5 താഴെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ 5 താഴെ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വീക്കിലി ഒരു 15% ടൈം എന്ത് ചെയ്യണം, അതിന് വേണ്ടി മാറ്റി വെക്കണം. ഇനി ജി കെ ഒരുപാട് നമ്മളെ ലാംഗ്വേജസിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ജി കെ ലെവൽ. അതായത് 1-2 ക്വസ്റ്റ്യൻസ് ഓരോ ലാംഗ്വേജിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സയൻസിലും സോഷ്യലിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ജനറൽ നോളജ് എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഡെയിലി എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പറൊക്കെ വായിക്കാൻ തുടങ്ങുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിനും റിവിഷനും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. മോക്ക് ടെസ്റ്റും റിവിഷനും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, കൂടുതൽ ടൈം ലാസ്റ്റിലേക്കൊക്കെ നിങ്ങൾ കൂടുതൽ ടൈം എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് നമ്മൾ കൂടുതലായിട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് 10% അതിന് നമ്മൾ ഏറ്റവും അവസാനത്തേക്കാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം. നമ്മൾ ഒരു 8 മാസമാണ് നമുക്ക് സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് USS വരുന്നത് അല്ലേ. നമ്മൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫെബ്രുവരിയിലാണ് നമ്മൾ USS എക്സാം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ CM കിഡ്സ് എന്ന് പറയുന്ന എക്സാം ഉണ്ടാവും. സോ നമ്മൾ 1 മുതൽ 3 വരെയുള്ള മാസം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ സ്കൂളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്കൂൾസിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി 4 മുതൽ 6 വരെയുള്ള മാസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മെൻ്റൽ എബിലിറ്റിയും GK ആണ്. GK മെൻ്റൽ എബിലിറ്റി എന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ XNY തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ കരിയർ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊക്കെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ക്വിസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, XNY നടത്താറുണ്ട്. അപ്പോൾ ആ ക്വിസുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിലൊക്കെ GK റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ മന്ത് 7 മുതൽ 8 വരെ അല്ലെങ്കിൽ ലാസ്റ്റത്തെ 2 മാസങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റുകളാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു 6 മാസം നിങ്ങൾ കൃത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഡെയിലി നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, കുറച്ചുകൂടി പഠിക്കാനുണ്ടാവുക. ആ ഒരു ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡെയിലി പഠിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഒപ്പം മോക്ക് ടെസ്റ്റുകളും എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. ലാസ്റ്റ് 2 ആഴ്ചകൾ നിങ്ങൾ ലൈറ്റ് റിവിഷനാണ് ചെയ്യേണ്ടത്. അതായത് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ന്യൂ ടോപ്പിക്സ് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ടൈമിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ പഠിക്കരുത്. നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ ഓൾറെഡി ഉണ്ടാവും. നിങ്ങൾ പുതിയ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾ പഠിച്ചത് കൂടി മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ വീക്കായിട്ടുള്ള ഏരിയകളൊക്കെ അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ്. കാരണം നിങ്ങൾ എക്സാമിനോട് അടുത്തുള്ള ടൈമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 8 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റഡ് ആയിരിക്കണം. ലാസ്റ്റ് 2 വീക്സ് നിങ്ങളൊരു പ്രോപ്പർ റെസ്റ്റും അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു റിവിഷനുമാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളെ വേർഡ്സ് ഓഫ് വിസ്ഡം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, സക്സസ് ഈസ് ദ സം ഓഫ് സ്മോൾ എഫേർട്സ്. അതായത് നമ്മൾ ഓരോ ദിവസവും ചെയ്ത് വരുന്ന ചെറിയ ചെറിയ എഫേർട്സ് ആയിരിക്കും അതിൻ്റെ സം ആയിരിക്കും, അതിൻ്റെ എല്ലാം ആകെത്തുക ആയിരിക്കും എന്തുണ്ടാവുക നമ്മളെ സക്സസ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്, അതായത് നമ്മൾ ഓരോ ഡേയിൽ ചെയ്യുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ എഫേർട്സിൻ്റെ ഒരു സമ്മായിരിക്കും അല്ലെങ്കിൽ ആകെത്തുകയായിരിക്കും നമ്മുടെ സക്സസ് അല്ലെങ്കിൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത്. സോ ഓരോ ദിവസവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്ന് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾ ഇപ്പം നമ്മൾ റിസൾട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല USSൻ്റെ ഈ വർഷത്തെ. അപ്പോൾ അടുത്ത വർഷത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് മുന്നേ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. കാരണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് നല്ല രീതിയിലുള്ള വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വിജയിക്കാൻ തയ്യാറാണെന്നും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ 7ാം ക്ലാസ്സിലേക്ക് ചുവടുവെച്ചിട്ടുള്ള ഓരോ സ്റ്റുഡൻസും എന്ത് ചെയ്യുക പറയുക. അതുപോലെ തന്നെ സ്റ്റാർട്ട് യുവർ കൺസിസ്റ്റൻറ്റ് പ്രിപ്പറേഷൻ ടുഡേ ആൻഡ് സെക്യൂർ യുവർ സ്കോളർഷിപ്പ്. നിങ്ങൾ സ്കോളർഷിപ്പ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വിജയത്തിനുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്ടിനുള്ള ഒരു അംഗീകാരമാണ്. അതിൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ എന്നുള്ളതല്ല, അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമുക്ക് കിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നേടിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ എഫേർട്ടിൻ്റെ ആ ഒരു വിജയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എഫേർട്ടിന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ ആണ് അല്ലെങ്കിൽ എഫേർട്ടിന് കിട്ടുന്ന ഒരു വിക്ടറിയാണ്. സോ അതെന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും
നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ USS അല്ലെങ്കിൽ നമ്മുടെ CM KITS UP എന്ന് പറയുന്ന എക്സാമിന് സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സോ നമുക്ക് USSമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ഈ ചാനലിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഓൾ.